Hello friends, welcome back. Today is April 14th and the Malayalis all around the world are celebrating Vishu, which is the new year for us, and all our non-Malayali friends are also celebrating their traditional new year in and around the same date. So I want to wish you all a very very happy new year, and let's all pray that this is the start to the end of this crisis that we are facing right now. So with that, today's video is going to be in Malayalam because I try to do the videos in mother tongue whenever our festivals are involved, for example Vishu, Onam, etc. So for all those friends who do not understand the language, I'll make sure to include the subtitles below so that you don't miss, especially on today's recipes. So let's get started with today's video. ഈ വർഷത്തെ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു സെലിബ്രേഷൻ മൂഡിലല്ല, എന്നാലും നമ്മുടെ ഒരു ഫെസ്റ്റിവൽ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ചില റെസിപ്പീസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന്. പിന്നെ വേറൊരു നോർമൽ വീക്ക് ഡേ ആണ് ഇന്ന്, പുതിയൊരു നോർമൽ എന്ന് പറയാം. ഹസ്ബൻഡ് ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലിയുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇന്നലെ വരെ അവർക്കൊരു സ്പ്രിംഗ് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂൾ വീണ്ടും തുറക്കുകയാണ്, ഓൺലൈൻ ലേണിംഗ് ആണ്. അപ്പോൾ അതെല്ലാം ഉണ്ട്. എന്നാലും ചില സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ദിവസം ഒന്ന് സ്പെഷ്യലാക്കാം. പിന്നെ റെസിപ്പീസ് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ വിഷു റെസിപ്പീസ് ഒന്നുമല്ല, എല്ലാം ഒരു മോഡിഫൈഡ് വേർഷൻ എന്ന് പറയാം. ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടൊക്കെ 2 ആഴ്ചയായി, അപ്പം അങ്ങനത്തെ വെജിറ്റബിൾസ് ഒന്നും അധികം ഇല്ല. എന്നാലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ദിവസം ഒന്ന് സ്പെഷ്യലാക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വിഷു കഞ്ഞിയാണ്. പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രഡീഷണൽ എക്സാക്റ്റ് റെസിപ്പി അല്ല, എന്നാലും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഇതൊരു വിഷു സ്പെഷ്യൽ ആണെങ്കിലും നമുക്കിത് വേറൊരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓട്സ് ഒക്കെ കഴിച്ച്, ഓട്സ് പോറേജൊക്കെ നമ്മൾ കഴിക്കില്ലേ രാവിലെ, അതൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഓട്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. എന്നാലും നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 തരം അരിയാണ് ഇന്ന് എടുക്കുന്നത്, സോന മസൂരി റൈസും ബാസ്മതി റൈസും. കുറച്ച് രണ്ടും ഒരുമിച്ച് ഒരു 3/4 കപ്പ് ഉണ്ടാവും. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അരി സാധാരണ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക കുക്കറിൽ. അതുകൂടാതെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മൊച്ചപ്പയറാണ്. അപ്പോൾ അതിവിടെ ഇല്ല, അതുകൊണ്ട് അപ്പോൾ അതിന് പകരം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് സോയാബീൻസ് ആണ്. അതും വേറെ കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കും. 1/4 to 1/2 കപ്പ് ഉണ്ടാവും അത്. അപ്പോൾ അത് വേവിച്ചെടുത്തതിന് ശേഷം രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക, ചോറും ഈ വേവിച്ച പയറും കൂടെ. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോക്കനട്ട് മിൽക്കാണ്. ഒരു 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക് ഉണ്ട് അതിനകത്ത്. അത് നല്ലോണം ഒഴിച്ചെടുക്കുക, നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് തേങ്ങ, ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ വിഷു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇന്ന് ഞങ്ങളിത് കഴിക്കാൻ പോകുന്നത് പപ്പടവും പിന്നെ കുറച്ച് പിക്കിളും അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വിഷു എന്തായിരുന്നു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എന്തായാലും കമൻറ്റിൽ എഴുതി അറിയിക്കൂ. പിന്നെ ഇതെന്തായാലും വേറൊരു ദിവസമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:45 ആയി. കുട്ടികളാണെങ്കിൽ ബിസിയാണ്, പഠിപ്പൊക്കെ തുടങ്ങി. ആദ്യമാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം, സ്പ്രിംഗ് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട്. അഞ്ജലി ആണെങ്കിൽ ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. നമുക്കെന്തായാലും ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ? എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് പറയുമ്പോൾ ഒരു അമേരിക്കൻ സ്റ്റൈൽ വിഷു പോലെ ഉണ്ട് ഇപ്രാവശ്യം. അപ്പോൾ വലിയതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നോക്കിയപ്പോൾ സ്ട്രോബെറീസ് ഉണ്ട്. സ്ട്രോബെറീസ് വെച്ചിട്ടാണ് ഇപ്രാവശ്യം പൈനാപ്പിൾ പച്ചടിക്ക് പകരം സ്ട്രോബെറി പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊന്നും മത്തങ്ങ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പോൾ മത്തങ്ങയ്ക്ക് പകരം ഇവിടെ ഒരു ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടുമല്ലോ. അപ്പോൾ സ്ക്വാഷ് വെച്ചിട്ടും അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പം ഓലനൊക്കെ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട്
പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, ചുവന്ന മുളക്, കരിവേപ്പില, കുറച്ച് ശർക്കര, സ്ട്രോബെറി, തൈര്, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം. ഇപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്, കുറച്ച് ഉപ്പ്. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്ട്രോബെറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ, ജീരകം, പച്ചമുളക് അതെല്ലാം കൂടെ അങ്ങ് അരച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി. സ്ട്രോബെറി ഒക്കെ ഒന്ന് കുക്കായോ നോക്കാം. കുറച്ച് സോഫ്റ്റായി വരുന്നുണ്ടല്ലോ. ഈ അരച്ച തേങ്ങ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വറുത്തിടാനായിട്ടുള്ള കടുകും മുളകും കരിവേപ്പിലയും. പിന്നെ ഞാൻ ശർക്കര അധികം ചേർത്തില്ല, കുറച്ചിങ്ങനെ മുകളിൽ ഇങ്ങനെ കുറച്ച് വെതറിയതേ ഉള്ളൂ. അധികം എരിവൊന്നും ഇല്ലാത്തൊരു ഡിഷായതുകൊണ്ട് പിന്നെ മധുരം കൂട്ടണ്ടെന്ന് വെച്ചു. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ പംകിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ്, ബട്ടർനട്ട് സ്ക്വാഷ്. വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 1 കപ്പ് ചുമന്ന പയർ. ഇതൊരു മിക്സ്ചർ ആയിട്ടാണ് കിടക്കുന്നുണ്ട് സ്റ്റോർ ചെയ്ത ബോട്ടിലിൽ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ 2 ടൈപ്പായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് കൂടെ ചേർക്കാം. ഒരു പച്ചമുളക്. പിന്നെ ഈ ക്യാനിലുള്ള കുറച്ച് കോക്കനട്ട് മിൽക്കാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. വേവട്ടെ നല്ലോണം. ഇതെല്ലാം നല്ലോണം വെന്ത് കഴിഞ്ഞു. നമുക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇങ്ങനെ ചേർക്കുകയാണ്. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, അത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. എന്നാലും എന്തായാലും ഈ ചൂടിലത് ഉരുകിക്കോളും. കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ടിട്ട് നമ്മുടെ ഓലൻ റെഡി. കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു, മെഴുക്ക് പുരട്ടി വെക്കാം. ഈ പയർ വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി എന്തൊരു ടേസ്റ്റാല്ലേ. എനിക്ക് ചെറുതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. കുറച്ച് എണ്ണ എടുത്തിട്ട് കടുക് പൊട്ടിക്കുകയാണ്. കരിവേപ്പിലയും ചേർത്തു. പിന്നെ നമ്മുടെ പയറും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വയ്ക്കാം. അച്ഛനോട് എന്താ പറയാ? Thank you. You're welcome. $2. റുപ്പിയ. Thank you. അഞ്ജലി, ഈ അഞ്ജലിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് പച്ചടി റെഡിയായി, മെഴുക്ക് പുരട്ടി, പിന്നെ ഓലൻ എല്ലായി. നമുക്ക് രസം കൂടെ ഉണ്ടാക്കാം അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കും രാത്രിക്കും ഒക്കെ ഉള്ള ഭക്ഷണമായി. അപ്പം രസം ഉണ്ടാക്കാനായിട്ട് ഞാൻ തക്കാളി നോക്കിയപ്പോൾ തക്കാളി എല്ലാം കൂടെ എനിക്ക് ഇതിനു വേണ്ടി തീർക്കണം എന്നില്ല, കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇന്ന് ടൊമാറ്റോ പ്യൂരി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ക്യാൻ ഇരിപ്പുണ്ട്, പകുതി തുറന്നതാണ്. നമുക്ക് അത് വെച്ച് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നീ അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാം. നീ അമ്മ ഹെൽപ്പ് ചെയ്യോ? Yeah. അഞ്ജലി എവിടെ? അഞ്ജലിയുടെ വിഷ് കൈനീട്ടമൊക്കെ എടുത്തു വെച്ചേ? പേഴ്സിൽ എടുത്തു വെച്ചോ? അത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണേ നീ? ആ പൈസ വെച്ചിട്ട് എന്താ ചെയ്യാ അഞ്ജലി? പൈസ വെച്ചിട്ട് വാങ്ങിക്കും. എന്താ വാങ്ങിക്കാൻ പോണേ? പിയാനോ. പിയാനോ? ഇപ്പൊ ഷോപ്സ് ഒന്നും ഇല്ലല്ലോ. No. അപ്പൊ നമുക്ക് ഇപ്പൊ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. Yeah, but after the coronavirus. ആഫ്റ്റർ ദ കൊറോണ വൈറസോ? എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ പുറത്തിറങ്ങാനായിട്ട്? അഞ്ജലി പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്യാണോ? നമ്മൾ ഡെക്കിലൊക്കെ പോയിട്ട് കുറച്ചു നേരം ഇരിക്കാറുണ്ട് വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം വെയിലൊക്കെ ആണെങ്കിൽ നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. ഇവിടെ തണുപ്പൊന്നും ഇല്ലെങ്കിലും. കൊറോണ വൈറസിനെ പറ്റിയിട്ടൊന്നും നിനക്ക് വിചാരമുള്ളോ? ഓക്കെ.
love you. ഐ ലവ് യു. I love you. ഐ ലവ് യു. രസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണയിൽ കടുകും ജീരകവും കരിവേപ്പിലയും വെളുത്തുള്ളിയും ചുമന്ന മുളകും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3/4 കപ്പ് ടൊമാറ്റോ പ്യൂരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഡൈല്യൂട്ട് ചെയ്യാണ്. അതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തിളച്ചതിന് ശേഷം കുറച്ച് രസം പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചതും ചേർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ശർക്കരയും കൂടെ ഞാൻ ചേർക്കാറുണ്ട്, ചെറിയൊരു ലൈറ്റായിട്ടൊരു മധുരം വരാനായിട്ട്. അപ്പം നമ്മുടെ രസം റെഡിയായി കഴിഞ്ഞു. എന്താ ഉണ്ടാക്കാൻ പോണ അഞ്ജലി? Sweet. ഇതില് എടുത്തു വെക്കും കേട്ടോ. Okay. അപ്പൊ നമ്മള് 1 കപ്പ് കാഷ്യൂ ആണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. 1 cup of cashew. ഇത് 1 കപ്പ് ആയിട്ടുള്ളത് 1/4 കപ്പ്. അപ്പം 4 ടൈംസ് എടുക്കണം. 2 1, ഇത് 2, 3, 3 and 4. 4. 1 cup of cashew വേണം. അത് കഴിഞ്ഞിട്ട് ഈ കാഷ്യൂസ് maybe ഒരു bowl or something വെക്കാം to cook. അത് കഴിഞ്ഞിട്ട് അമ്മയെ make ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് eat ചെയ്യാം. It will be very yummy. അത് കഴിഞ്ഞിട്ട് അമ്മയെ make ചെയ്യാം. ഈ കാഷ്യൂസ് ഇതിനുള്ളിൽ വെക്കാം. അപ്പൊ ഓൾറെഡി നമ്മളിത് റോസ്റ്റഡ് കാഷ്യൂസ് ആയതുകൊണ്ട് റോസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കിത് ഇത് അടയ്ക്കട്ടെ. അത് അയക്കണം. അടച്ചിട്ട് ഇവിടെ പൊട്ടിച്ചിടാം. എന്നിട്ട് അഞ്ജലി ഇവിടെ പിടിക്കോ? ഓക്കെ, പിടിക്കണം കേട്ടോ, ടൈറ്റ് ആയിട്ട്. കാഷ്യൂ ഒക്കെ എന്താ ഇത് നോക്ക, പൊടിയായി അല്ലേ? അങ്ങനെ നമുക്ക് കാഷ്യൂവിനെ നമ്മൾ എങ്ങനെ സ്വീറ്റ് ആക്ക, സ്വീറ്റിനെ എങ്ങനെ സ്വീറ്റ് ആക്ക നമ്മള് എന്താ വെക്കാൻ? ലോളിപോപ്പ് എന്തുകൊണ്ടാ സ്വീറ്റ്? എന്താ ആഡ് ചെയ്തോണ്ടാ സ്വീറ്റ് ആവണേ ലോളിപോപ്പ്? ഷുഗർ. നമുക്ക് ഷുഗർ ഇതിലും വേണം. ഷുഗർ അമ്മ പുച്ചിട. ചൂടല്ലേ? മേക്ക് ബേനാവില്ല. കുറച്ച് വെള്ളം ഒഴിക്കാം. യോഗട്ടോ? ശരിയാണോ? ഷുഗറിനെ നമുക്കിപ്പോ കാണാതെയാവേ. അതെങ്ങനെയാ ഷുഗറിനെ കാണാതെയാവണേ? ഇത് വെള്ളത്തിലേ ഡിസോൾവ് ആയി പോയി. ഓക്കെ, നമുക്കിനി ഈ കാഷ്യൂ നമ്മള് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. നമ്മളെന്നെ ഇതിനകത്തെ മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ. കുറച്ച് ആൽമണ്ട്സ് ഒക്കെ അതിനകത്ത് ഇട്ടു. കുറച്ചൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണത്. നമ്മൾ കുറച്ച് പേർപ്പിൾ ഫുഡ് കളറിങ് ചേർത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നും ആയിട്ടില്ല കേട്ടോ, ആവട്ടെ. ചൂടമ്മോ നീറ്റോ. നമ്മള് ഇത് റെക്ടാംഗിൾ ഷേപ്പില്, ഓൾമോസ്റ്റ് റെക്ടാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം.
നമുക്ക് ഈ ബേബിയെ ഇങ്ങോട്ട് വെക്കാം. Yeah. Hey, baby. ഇതൊരു ബേബി അല്ലേ? Yeah. Mommy's tummy. നമുക്ക് മാമിയുടെ ടമ്മിയുടെ ഉള്ളിലേക്ക് വെക്കാം. Yeah. ഓക്കെ, ബേബി ഉള്ളില്. ഒരു നൈസ് ആണല്ലോ. നല്ലാട്ടോ സ്ട്രോബെറി പച്ചടി. സ്ട്രോബെറി കറി ആയിരുന്നു. പൈനാപ്പിൾ വന്നിട്ടുണ്ട്. അത് കഴിക്കണോ? പൈനാപ്പിൾ പൂര മിക്സ് ചെയ്യാം. അപ്പം അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വിഷുവിന് നമുക്ക് എല്ലാവർക്കും അത്രയധികം സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അടുത്ത തവണ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.